ഗൈസ്, ഇന്ന് ഡെയിലി വ്ലോഗ് ഡേ 9 ആണ്. ഇന്നും കൊണ്ട് ഈ ഒരു ഡെയിലി വ്ലോഗ് നിർത്താന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നല്ല വ്യൂസ് ഉണ്ട് ഗൈസ്, പക്ഷെ അതിനായിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ല. സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട് കേട്ടോ. മൈക്കൊന്നും ഇല്ല കേട്ടോ. മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെ ആയിരിക്കും എനിക്ക് അറിയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ആദ്യം ഞാൻ ഒന്ന് തുടങ്ങിയായിരുന്നു ഗൈസ്. അതെന്റെ DLED പഠിക്കാൻ പോകുന്നതിന് മുന്നേ ഞാൻ ഇതൊന്ന് തുടങ്ങിയതാണ്. പക്ഷെ അപ്പൊ എല്ലാരും പറഞ്ഞു എന്തിനാ ഇതൊക്കെ അങ്ങ്. പിന്നെ ഞാൻ ബേസിക്കലി ഒരു ഇൻട്രോവേർട്ട് ആണ് എന്ന് ഞാൻ പറയുന്നില്ല, എക്സ്ട്രോവേർട്ട് ആണ്. അതുകൊണ്ട് തന്നെ ഇനി നാണമാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്നിട്ട് അതിന്റെ ഇടയ്ക്കൊക്കെ ഇടുമായിരുന്നു. പിന്നെ DLED ഒരു തിരക്കൊക്കെ ആയതുകൊണ്ട് പിന്നെ എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ. ടൈം കിട്ടിയിട്ടില്ല. ഇപ്പൊ ഞാൻ ചുമ്മാ കുത്തിരിക്കുന്നോണ്ടാണ് guys ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പൊ ഞാൻ ഓർത്ത് വീഡിയോ പിന്നെ ഇടാന്ന്. പക്ഷേ ഭയങ്കര നെഗറ്റീവ് ആട്ടോ ഗൈസ്. എങ്ങനെ പറയുന്ന, ഐഫോൺ ഇല്ലെങ്കിൽ നിനക്ക് വ്യൂസ് കിട്ടത്തില്ല, നിനക്ക് സബ്സ്ക്രൈബേഴ്സ് വരത്തില്ല. ഐഫോൺ ഉണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ട്. അങ്ങനെ ഞാൻ എൻ്റെ അമ്മോട് പറഞ്ഞു ഗൈസ് ഐഫോൺ വാങ്ങിച്ചു തരാൻ. അപ്പൊ എൻ്റെ അമ്മ പറഞ്ഞു പോയി വേറെ പണി നോക്കാൻ. അങ്ങനെ പറഞ്ഞില്ല കേട്ടോ. അമ്മ പറഞ്ഞ് പൈസ ഇല്ല. ഓഫ് കോഴ്സ് ഉണ്ടാവില്ലല്ലോ ഗൈസ്, നമ്മൾ മിഡിൽ ക്ലാസ് ആണല്ലോ. സത്യം പറഞ്ഞാൽ അങ്ങനെ ഉണ്ടോ? എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ വീടിന് നല്ലൊരു ഫ്രെയിം, ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ലൈറ്റ് ഇല്ല, പിന്നെ നല്ലൊരു ക്യാമറ ഇല്ല. മീൻസ് എൻ്റെ സാംസങ്ങിലാണ് എൻ്റെ അമ്മയ്ക്ക് മേടിച്ചു തന്ന ഒരു ഫോണാണ്. അതിലാണ് ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാരും ഇങ്ങനെ പറയുന്ന എന്തിനാ ഇങ്ങനെ ഇടുന്ന, വേറെ പണിയൊന്നുമില്ലേ, എന്തായാലും നീ ക്ലിക്ക് ആവൂല, വോട്ടെവർ അങ്ങനെയൊക്കെ പറഞ്ഞു ഗൈസ്. അങ്ങനെ എന്നെ തളർത്തുന്ന കുറെ. പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്ത് നീ അങ്ങനെ ചെയ്ത നന്നായിരിക്കും, നീ ഈ പാട്ടിട്ട് നോക്കണം, നീ അങ്ങനെ പറയണ്ട, നീ ഇങ്ങനെ പറഞ്ഞു നോക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്യാനും കുറെ ആൾക്കാരുണ്ട് ഗൈസ്. അതിലെനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ ഒരു ഇതിൽ പുറകോട്ട് നോക്കുമ്പോ ചിലപ്പോ നമ്മള് നന്നാവുന്ന കണ്ട് ഇഷ്ടമല്ലാത്ത ആൾക്കാരും ഉണ്ടായിരിക്കുമല്ലോ. കോഴ്സ് ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലേ സപ്പോർട്ട് ചെയ്യണ്ട, പക്ഷേ കുറ്റപ്പെടുത്താൻ വരരുത്. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.